ഹായ്. കാടും കാട്ടരുവികളും മലകളും നടന്നു കയറാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാമ്പുഴയിലുള്ള കക്കാട് എക്കോ ടൂറിസം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി റേഞ്ചിന് കീഴിൽ വരുന്ന ഫോറസ്റ്റ് ഏരിയയാണ് കക്കാട്. ഈ കാണുന്ന ഫ്രണ്ട് ഓഫീസിൽ നിന്ന് 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാടിനുള്ളിലൂടെ നടന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് 12 വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തടാകങ്ങളിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ സവിശേഷത. എന്നിരുന്നാലും മഴക്കാലങ്ങളിൽ ഇതുപോലത്തെ തടാകങ്ങളിൽ ഇറങ്ങുമ്പോൾ മലവെള്ളം ഏത് നിമിഷം വേണമെങ്കിലും വരാം എന്നുള്ള മുന്നറിയിപ്പ് ഇവിടുന്ന് നമുക്ക് തരുന്നതായിരിക്കും. ആ മുന്നറിയിപ്പ് അവഗണിച്ച് ആരും തന്നെ വെള്ളത്തിലിറങ്ങി കുളിക്കാനോ തടാകങ്ങളിലേക്ക് ഇറങ്ങാനോ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനോ നിൽക്കരുത്. പിന്നെ ഈ കക്കാട് വാട്ടർഫാൾസിലേക്ക് വരുന്നവർ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കാടിൻ്റെ ഉള്ളിൽ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ കുപ്പി മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ച് ഈ ഫ്രണ്ട് ഓഫീസിൽ വരുമ്പോൾ ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ട്, അതിൽ നിക്ഷേപിക്കാൻ മാത്രം ശ്രമിക്കുക. ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുണ്ട്. നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര തുടങ്ങാം. ഈ പ്രാവശ്യത്തെ യാത്ര എൻ്റെ ഫാമിലിയോടൊപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ കുറേ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു ചെക്ക് ഡാമാണ്. അപ്പോൾ ആ ചെക്ക് ഡാമിനോട് ചേർന്നിട്ടുള്ള വഴിയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. പക്ഷേ അതിന് തൊട്ട് മുന്നേ ജംഗിൾ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് കാണാൻ വേണ്ടി പറ്റും. പണ്ട് കാലങ്ങളിൽ കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ജംഗിൾ വാക്ക് എന്ന് പറഞ്ഞ റൂട്ടിലൂടെയാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ആ റൂട്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്യുന്നത് ഈ അരുവിയോട് ചേർന്നിട്ട് കാണുന്ന വഴിയിലൂടെയാണ്. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകേണ്ടതുണ്ട്. വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകേണ്ട പാറകളിലൊക്കെ നല്ലോണം വഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യുമ്പോഴും പാറേൻ്റെ മുകളിലൂടെയൊക്കെ കയറുമ്പോഴൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വഴുക്ക് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വെള്ളത്തിൽ വീണു പോകും. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്ന ചെക്ക് ഡാം ഇതാണ്. ഈ ചെക്ക് ഡാമിൽ എല്ലായ്പ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ. വേനൽക്കാലങ്ങളിലായാലും ഈ ചെക്ക് ഡാമിൽ വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ചെക്ക് ഡാമിൽ ഒരുപാട് പൈപ്പ് ലൈനുകൾ പോകുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ഗ്രാവിറ്റിയിൽ വെള്ളം എടുക്കുന്ന പൈപ്പ് ലൈനുകളാണ്. കുടിവെള്ളത്തിനാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ ഇതിൽ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുടിവെള്ളത്തിനായിരിക്കില്ല, മറ്റാവശ്യങ്ങൾക്കുള്ള പൈപ്പ് ലൈനുകളായിരിക്കും അത്. ചെക്ക് ഡാം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായി. ഇതുപോലത്തെ വഴികളാണ്. ഇപ്പോൾ മഴക്കാലങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് അട്ടയുടെ ശല്യമുണ്ട് കേട്ടോ. ഒരുപാട് അട്ട ഉണ്ട്. പിന്നെ ചതുപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കാല് വെക്കാൻ വേണ്ടിയിട്ട്. മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ ചവലകളൊക്കെ നനഞ്ഞ് ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാല് വെക്കുമ്പോൾ നമ്മൾ കുഴിയിലാണോ പാറപ്പുറത്താണോ കാല് വെക്കുന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് വന്യമൃഗങ്ങളെ പേടിക്കാതെ ഫോറസ്റ്റിലൂടെയുള്ള ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് ഈ കക്കാട് എക്കോ ടൂറിസം. നമുക്കിവിടെ കുട്ടികളെയും ഫാമിലിയൊക്കെ ആയിട്ട് ട്രക്കിങ്ങിന് വേണ്ടി വരാൻ പറ്റും. വന്യമൃഗ ശല്യം ഇല്ല എന്നുള്ളതാണ് ഈ കക്കാട് എക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മ്ലാവുണ്ട്, അതുപോലെ തന്നെ ഉടുമ്പ്, അതുപോലെ തന്നെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് എല്ലായ്പ്പോഴും ഒന്നുമില്ല, നമ്മൾ പോയപ്പോൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ചില സമയങ്ങളിൽ ചില സീസണിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പേടിക്കേണ്ട വന്യമൃഗങ്ങളൊന്നും ഈ കാട്ടിലില്ല. നമുക്ക് ഇതുപോലെ കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ ഈ എക്കോ ടൂറിസത്തിലേക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു അരുവിൻ്റെ തീരത്തെത്തി. ഈ അരുവിയും കഴിഞ്ഞ് കുറേ കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ എന്തായാലും മുഴുവൻ വെള്ളച്ചാട്ടങ്ങളും കാണുന്നില്ല, ഒന്നോ രണ്ടോ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് നടന്നു പോകണം മറ്റു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മഴക്കാലമാണ്, പാറയൊക്കെ തെന്നിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെയും കൊണ്ട് അങ്ങനെ അത്ര മുകളിലേക്കൊന്നും നമ്മൾ ട്രക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ട്രക്കിംഗ് പാത്തുകളൊന്നും ഇവർ വെട്ടി നന്നാക്കിയിട്ടില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ വീണടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മുകളിലേക്ക് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡിൻ്റെ സഹായം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഗൈഡിനെയും കൂട്ടി വന്നിട്ട് മുകളിലേക്ക് ട്രക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ലാസ്റ്റ് 12 വെള്ളച്ചാട്ടങ്ങളും കണ്ട് ട്രക്ക് ചെയ്ത് വരാവുന്നതാണ്. ഈ കാണുന്ന പോലെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അരുവികൾ ക്രോസ് ചെയ്യാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലൂടെ മറ്റു വഴികളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കാരണം നമ്മളിങ്ങനെ അരുവികൾ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത്ര വലിയ പേടിക്കേണ്ട അരുവികളൊന്നുമല്ല, കുട്ടികളുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. നമുക്ക് പാറയിലെ വഴുക്ക്, അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്കുള്ള വഴികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ നിന്ന് ഈങ്ങാമ്പുഴയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കക്കാട് എത്താം. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് കക്കാട്. നമുക്ക് ഇവിടെ എക്കോ ടൂറിസം തുടങ്ങിയത് 2015 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും വേണം. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. 5 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും കടത്തി വിടില്ല. മാത്രമല്ല 6 മണിക്ക് മുമ്പായി നമ്മൾ ഈ ഫോറസ്റ്റ് തിരിച്ചിറങ്ങും വേണം. നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഗൈഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഗൈഡും ഉണ്ട്. അപ്പോൾ ഗൈഡിൻ്റെ പൈസയും നമുക്ക് അവിടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ട്രെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഗൈഡിൻ്റെ സഹായത്തോട് കൂടി വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 12 വെള്ളച്ചാട്ടങ്ങളും കണ്ട് തിരിച്ചിറങ്ങുന്ന ട്രെക്കിംഗ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈഡിൻ്റെ സഹായം തേടണം. കാരണം അത്രയും മേലെ വരെ ട്രെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് റൂട്ട് മിക്കവാറും ആളുകൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫോറസ്റ്റ് ട്രെക്കിംഗ് ഒക്കെ പരിചയമില്ലാത്തവർക്ക് എന്തായാലും മാറിപ്പോവും. പിന്നെ മാത്രമല്ല അപകടമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരുവീൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ചെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ വീണ് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വഴി തെറ്റാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരിക അല്ലെങ്കിൽ 12 വെള്ളച്ചാട്ടങ്ങളും കണ്ട് മുകളിൽ വരെ ട്രക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഗൈഡിനെ തീർച്ചയായിട്ടും വിളിക്കണം. മാത്രമല്ല ഒരു ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈ കാട്ടിലെ പലതരത്തിലുള്ള മരങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാൻ ഇവർക്ക് ആധികാരികമായിട്ട് കഴിവുണ്ട്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുടെ ഡീറ്റെയിലുകൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ അവിടെ ട്രൈബലിൻ്റെ ഒക്കെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഈ വെള്ളച്ചാട്ടങ്ങളോട് ചേർന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാൻ അവിടുത്തെ ഗൈഡ് ഉള്ളത് നല്ലതാണ്. ഇതിവിടുത്തെ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതുപോലെ 12 വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്ക് ഈ ട്രക്കിംഗ് പാത്തിൻ്റെ ഇടയിൽ. ഈ ഓരോ വെള്ളച്ചാട്ടങ്ങൾ വന്ന് വീഴുന്നിടത്തും ഇതുപോലത്തെ തടാകങ്ങളുണ്ട്. ഈ തടാകങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ്. മറ്റൊരു തരത്തിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. തടാകങ്ങൾ ഒരുപാട് ആഴമില്ല, അതുപോലെ തന്നെ പാറക്കെട്ടുകളില്ല. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളിലെ വഴുക്കൽ മാത്രമാണ്. അങ്ങനെ നമ്മുടെ കക്കാട് വാട്ടർഫാൾസിലേക്കുള്ള ട്രക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഒരു ഗൈഡിൻ്റെ ഫോൺ നമ്പറും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്.